എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഉരുളക്കിഴങ്ങ് തീയലും കുമ്പളങ്ങയും പയറും തോരനും പിന്നെ ഒരു ഒഴിച്ചു കറിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് തീയൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ഒരു കഷ്ണമില്ലേ, ആ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന അതേ ഒരു വലിപ്പം തന്നെയാണ്. ഉരുളക്കിഴങ്ങൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു സവാളയും കൂടി വേണം. അപ്പോൾ സവാളയും തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം അതും സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നടുവിൽ കൂടി ഒന്ന് മുറിച്ചതിന് ശേഷം ഇതേപോലെ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതും കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ആവശ്യത്തിനുള്ള തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു കളറ് കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ വേണം ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഡാർക്കായി വരുന്ന സമയത്ത് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എല്ലാം കൂടി വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതാ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉലുവയും ഒരു നുള്ളു കടുവും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് അതിനെ ഇനി ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് വഴട്ടിയെടുക്കാം. സവാള ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് പിങ്ക് കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിനെ നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി വെച്ച് ഇതിനെ ഒന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലേശം പുളി, വാളം പുളി ഇതാ ഇത്രയുണ്ട്, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വേകാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മൂടി തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതിയോളം ഇങ്ങനെ കിടന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് അത് അരപ്പിൽ കിടന്ന് വെന്തോളൂ. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം കറിക്ക് വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണമെന്ന് തോന്നി ഇപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കഷ്ണത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു, അത് കറക്റ്റിനുള്ള ഉപ്പായിരുന്നു. ഇനി ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് പാത്രം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത്
നന്നായിട്ടൊന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം എണ്ണ തെളിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, കറി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് തീയൽ റെഡിയായി കഴിഞ്ഞു. ഇതാ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് തീയൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോറിന് മാത്രമല്ല അപ്പത്തിനോ പൊറോട്ടയ്ക്കോ ഉരട്ടിക്കോ ഒക്കെ നല്ല സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീയൽ തയ്യാറാക്കി നോക്കൂ. ഇത് കണ്ടില്ലേ, കറി നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയെടുക്കാം. ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തതിന് ശേഷം തീയൽ സൈഡിലേക്ക് കോരി ഒഴിക്കാം. കഷ്ണങ്ങളും ചാറും എല്ലാം കൂടി കോരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കഴിക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഈ തീയൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. വേറെ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഉരുളക്കിഴങ്ങും സവാളയും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കറി തയ്യാറാക്കി നോക്കാം. അടുത്തത് കുമ്പളങ്ങയും വൻപയറും കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തോരന് വേണ്ടിയുള്ള വൻപയർ ഒന്ന് കുതിർത്തെടുക്കണം. ഒരു 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറാകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. അതായത് ഇത്രത്തോളം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന കുമ്പളങ്ങയാണ്. ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു രീതിയിൽ ഉൾവശമൊക്കെ വൃത്തിയാക്കി എടുക്കാം. ഇനി അതിൻ്റെ പുറത്തുള്ള തോലും കൂടി ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ വളരെ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നത്. ഇനി തിരിച്ചും അതേപോലെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങൾ മൊത്തം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ കുമ്പളങ്ങയെല്ലാം ഇതേപോലെ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പയർ കുതിർക്കാനിട്ടുന്നത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 or 3 വെളുത്തുള്ളി എല്ലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാം. അപ്പോൾ പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതേപോലെ തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിരുന്ന കുമ്പളങ്ങയിലേക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാകും. കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചട്ടി മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം ഇതിലേക്ക് കിടപ്പുണ്ട്. ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഒഴിക്കുമ്പോൾ തോരൻ റെഡിയായി കിട്ടും. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച്
ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതായത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മണമൊക്കെ അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നീട് അത് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി താളിച്ചത് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. നല്ല കിഡിലൻ ടേസ്റ്റാണ്. കുമ്പളങ്ങ കൊണ്ട് ഈ ഒരു രീതിയിൽ തോരൻ വെച്ച് നോക്കൂ. ചെയ്തിട്ടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് ചുരക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. ചുരക്കയും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം ചുരക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറി വയ്ക്കാൻ ചുരക്ക എടുക്കുമ്പോൾ അധികം മുറ്റാത്ത ചുരക്ക എടുക്കുന്നതാണ് നല്ലത്. മുറ്റിയതാകുമ്പോൾ അതിനകത്തെ കുരുവൊക്കെ ഒരുപാട് കട്ടിയുള്ളതായിരിക്കും. ഓരോ കഷ്ണവും ഇതുപോലെ 3-4 ആയിട്ട് കീറിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങളെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു തനി നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കീറിയിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേകാൻ വെച്ചിരുന്ന തക്കാളി ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇനി തിളയ്ക്കാതെ നോക്കിക്കോളണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി റെഡിയായി കഴിഞ്ഞ് ഇനി ഒന്ന് താളിച്ചൊഴിക്കാം. എണ്ണ ചൂടായി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിക്കുന്നതിൽ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു മണവും കളറും കിട്ടും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.